ഫ്രണ്ട്സ്, ഇതെന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ. നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 80, 81, 82 എപ്പിസോഡുകളാണ്. അപ്പോഴത്തേക്കും മിറ്റ്സുഗീസ് ഫ്രണ്ട് എന്ന് തുടങ്ങിയ എപ്പിസോഡുകളാണ്. അപ്പോഴത്തേക്കും നമ്മളെ മിറ്റ്സുഗി തിരിച്ചു വരുമോ ഇല്ലയോ, എന്താണ് മിറ്റ്സുഗി പോയതിൻ്റെ കാരണം, അതല്ല ആരാണ് കൊണ്ടുപോയത് എന്നാണ് ഈ എപ്പിസോഡിൽ തെളിയുന്നത്. അങ്ങനെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ മിറ്റ്സുഗിനാണ്. മിറ്റ്സുഗി അതുപോലെ തന്നെ ഷെക്കിക്ക് കൊക്കോയെ പോവുകയാണ്. അപ്പോഴത്തേക്കും പോകുന്ന വഴി നമ്മളുടെ കൊക്കോയെ പറയുകയാണ്, എനിക്ക് കുറച്ചധികം ജോലികൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്, ഇവരെ ഫോളോ ചെയ്ത് വരുന്നവരെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല, അവന്മാരും വിട്ടുകൊടുക്കുന്ന ടൈപ്പാണെന്നൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞ് മിറ്റ്സുഗിയുടെ ഫ്രണ്ട്സിനെ പറ്റി നോക്കുകയാണ്. അങ്ങനെ മിറ്റ്സുഗിയും ഷെക്കിക്കും അവിടെ ഒരു സ്റ്റോണിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും കിറാറയും അക്കൂട്ടയും എന്തെയെന്ന്. അക്കൂട്ട അവിടെ നിൽക്കുകയാണ്, അതേസമയം കിറാറ എന്തെയാണ്, കിറാറ ഒരു സാഡിസ്റ്റാണ്, അതായത് സങ്കടം കണ്ട് സന്തോഷിക്കുന്ന ടൈപ്പ് ആളാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഷെക്കിക്ക് ആണെങ്കിൽ ഇങ്ങനെ വായിൽ കൈവയ്ക്കുന്ന കാണുമ്പോൾ മിറ്റ്സുഗിക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ കോട്ട് വാടാനായിട്ടൊരു സംഭവം വരികയാണ്. ആ ഒരു ടെൻഡൻസി, ഒരു പ്രവണത വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾ നാക്കാണ്. സോ അതെന്താ നീ ചെയ്തത് എന്ന് ഷെക്കിക്ക് ചോദിക്കുകയാണ്. അപ്പോൾ മിറ്റ്സുഗി പറയാണ്, അതെന്താ നിനക്കറിയത്തില്ലേ എന്ന രീതിയിൽ പറഞ്ഞിട്ട്, മനുഷ്യരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിട്ട് ബോഡി ഒന്ന് റിഫ്രഷ്ഡ് ആവും, കുറച്ചധികം ഓക്സിജൻ കിട്ടുന്നത് പോലെ തോന്നും, പിന്നീട് എന്താ സംഭവം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ വന്നാൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങും, അതാണ് സാധാരണ ചെയ്യാറുണ്ട്. അങ്ങനെയാണല്ലോ എന്ന് നമ്മളുടെ ഷെക്കിക്ക് ചോദിക്കുകയാണ്. എന്നിട്ട് അവനും അത് ചെയ്തു നോക്കുന്നുണ്ട്. എനിക്ക് ഇനിയും കാര്യങ്ങൾ മനുഷ്യനെ പറ്റി അറിയണമെന്ന് പറയുമ്പോൾ ഷെക്കിക്കിനോട് പറയണം, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെയ്യല്ലേ, അവനോട് എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്, അവനോട് ഇതൊന്നും ചോദിക്കാനായിട്ടല്ല നമ്മളിവിടെ വന്നേക്കുന്നത്, എന്തിനാ നീ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്കും ഷെക്കിക്ക് പറയാണ്, എന്താ നിനക്ക് കുഴപ്പം, നമ്മളുടെ മിറ്റ്സുഗി എത്ര പാവാന്ന് നിനക്കറിയോ, നിനക്ക് എല്ലാവരും വിശ്വസിക്കാനൊന്നും തോന്നത്തില്ലായിരിക്കും കൊക്കോയോ, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ഷെക്കിക്ക് ചോദിക്കുകയാണ്, നിൻ്റെ മിറ്റ്സുഗി നിൻ്റെ സ്കിൻ എത്ര ഗ്ലോയിങ് ആണ്, അത് നല്ല സ്മൂത്തായിട്ട് നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്നല്ലേ എന്ന രീതി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടൊന്നേ വായി വരുന്നുള്ളൂ. മിറ്റ്സുഗി പറയണം, അതിനിപ്പോൾ എന്താണ്, നമ്മളെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ആണല്ലോ, അത് നമ്മളെ ആരെങ്കിലും ആണല്ലോ ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ അവരുടെ ഇതിലായിരിക്കുമല്ലോ അത്, അപ്പോൾ നിന്നെ ക്രിയേറ്റ് ചെയ്ത ആൾ നല്ല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്, എൻ്റെയും സ്കിൻ അങ്ങനെയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് പറയണം. അപ്പോഴത്തേക്കും മിറ്റ്സുഗിക്ക് കാര്യം മനസ്സിലായില്ല, അതായത് നിന്നെ ആരാ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചപ്പോൾ മിറ്റ്സുഗിക്ക് ഓർമ്മ വരുന്ന ഒറച്ചുമാറിനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ലോർഡ് കൂനെ പോലാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ലോർഡ് കൂനെ പോലാണ് നിനക്ക് എന്ന് പറയാൻ വരുമ്പോഴത്തേക്കും കൊക്കോയെ പറയാണ്, നീ അതൊന്നും സംസാരിക്കേണ്ട കാര്യമല്ലെന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഷെക്കിക്കിയുടെ കയ്യിൽ ഇങ്ങനെ പൊട്ടലുകൾ വീഴുന്നത് കാണുന്നത്. അതായത് അത് ഒരു നല്ല സംഭവം അല്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഷെക്കിക്ക് അവൻ്റെ കൈ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്, ഭയങ്കരമായിട്ട് പൊട്ടൽ വീഴുന്നുണ്ട്. കൊക്കോയി പറയാണ്, നീ ശ്രദ്ധിക്കണം, നീ ഒരുപാട് ചക്രയൊന്നും ഇനി അധികം യൂസ് ചെയ്യേണ്ട, എന്തായാലും പെട്ടെന്ന് തന്നെ ലോർഡ് കൂവിൻ്റെ അടുത്ത് പോകുന്നത് വരെ നീ ക്ഷമിച്ചും സഹിച്ചു ഇരിക്കണം, ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തോ, നീ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ശരിയാവും, എന്തായാലും കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് കൊക്കോയോ പോവുകയാണ്. മിറ്റ്സുഗിയും ഷെക്കിക്കും അവിടെ നിൽക്കുകയാണ്. മിറ്റ്സുഗി എടുത്ത് ഷെക്കിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മളെ ആരെ കാണിക്കുകയാണ്, സുച്ചിക്കാഗേനെ കാണിക്കുകയാണ്. അക്കട്സുച്ചിയും കുറോട്സുച്ചിയും എന്ത് ചെയ്യാണ്, അവിടെ പോവാണ്, ഒനോക്കിനെ കാണാനായിട്ടാണ് പോകുന്നത്. ഒനോക്കിക്കാണെങ്കിൽ തീരെ വയ്യ. ഇത് കാണുമ്പോൾ കുറോട്സുച്ചിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നുകയാണ്. എന്തായാലും ഇത്രയും നാൾ നല്ല രീതിയിൽ നോക്കുന്നതിന് നമ്മളുടെ അക്കട്സുച്ചിയുടെ അടുത്തേക്ക് നന്ദിയൊക്കെ നമ്മളുടെ കുറോട്സുച്ചി പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒനോക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്കറിയാമല്ലോ, ബൊറൂട്ടോയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ നടുവേദനയും സംഭവമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ആയിരുന്നത്. അപ്പോഴത്തേക്കും അക്കട്സുച്ചി പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് സംസാരിക്കേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് ആര് പറയാണ്, ഇവിടെ കുറോട്സുച്ചി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ കൊണോട്സുച്ചിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറയാണ്. അങ്ങനെ നടത്താനായിട്ട് നല്ല ഒരാൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ കൊണോട്സുച്ചി ആണെങ്കിൽ കുറോട്സുച്ചിയോട് പറയാണ്, അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അപ്പോൾ അയാളെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ, അത് ആരാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ വരുമ്പോഴാണ് പെട്ടെന്ന് ഇവർക്ക് നേരെ ഒരു അറ്റാക്ക് വരുന്നത്. ഇതാരാന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ അറിയത്തില്ല കേട്ടോ, പക്ഷേ മുഖമൊക്കെ മറിച്ച് ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ആരുണ്ട്, എക്കോ ഉണ്ട്, നമ്മളുടെ ചുമന്ന ഫ്രീക്കൻ. നമ്മളുടെ കുറോട്സുച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും അടവ് നടക്കത്തില്ല, കാലൊക്കെ എടുത്ത് പൊക്കിയെടുത്ത് കറക്കിയെടുത്ത് അടിക്കാൻ നോക്കുകയാണ്, പക്ഷേ എങ്കിലും ഇയാളുടെ മുമ്പിൽ നടക്കുന്നതേ ഇല്ല. പിന്നെ ഈ കണ്ണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്
കൂ ആണ് വന്നേക്കുന്നത്. അത് ആരാന്ന് കുറോട്സുജിക്ക് അറിയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കുറോട്സുജി കണ്ട് അമ്പരന്ന് പോകുന്നുണ്ട് ആ മുഖം. അങ്ങനെ കുറോട്സുജിനെ തന്നെ തോൽപ്പിച്ചില്ലേ എന്നൊന്നും അറിയത്തില്ല. വലിയൊരു സോഡ് കൂ എടുത്ത് പൊക്കുന്നതും അത് കണ്ട് കക്കോ നിൽക്കുന്നതും കാണിക്കുകയാണ്. അതേസമയം മിത്സുകിനെയും അതുപോലെ തന്നെ നമ്മളുടെ ഷെക്കിക്കിനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. മിത്സുകി ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, നിനക്ക് എന്തെങ്കിലും പേടിയുണ്ടോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാനാണെന്ന രീതിയിൽ മിത്സുകി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കിക്ക് പറയാണ്, അതായത് ഞാൻ എന്ത് ചെയ്യാനാണ് നിന്നോട് എങ്ങനെ ചോദിക്കുന്നത്, അക്കൂട്ടേനെ പോലെ അല്ല നമ്മൾ, അവനെ പോലെ അക്കൂട്ടേനെ എങ്ങനെ പരിചരിക്കുന്നു അതുപോലെ നമ്മളെ നോക്കണം എന്ന് പറയുന്നത്. അക്കൂട്ടയെ ഒന്ന് ആലോചിച്ചിട്ട് ആ ഒരു സംഭവത്തിന് ഓർക്കാണ്. അക്കൂട്ടേനെയും അതുപോലെ തന്നെ കിറാറേനെയും നമ്മളുടെ കൊക്കൂയുനെയും ഷെക്കിക്കിനെയൊക്കെ ഓർക്കാണ് വന്ന് വിളിച്ചത്. ആ ഒരു അക്കൂട്ടേനെ ഓർക്കാണ്. അക്കൂട്ടനെ ഉണ്ടാക്കിക്കുന്ന പോലെയാണ് നമ്മളെ ഉണ്ടാക്കിക്കുന്നത്. എല്ലാം ഒരു ബാലൻസിൽ പോയാൽ കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനെയാണ്, മരണത്തിൽ വരെ പോകേണ്ടി വരും എന്ന് പറയാണ്. അത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടെന്ന് പറയണേ. ഈ ചൂടത്ത് ഇവനെ തണുക്കുന്നുണ്ടോ, ഇവൻ എങ്ങനെയാണ് കംഫി ആക്കേണ്ടത് എന്ന രീതിയിൽ നിൽക്കുകയാണ്, മിത്സുകി നിൽക്കുകയാണ്. അങ്ങനെ മിത്സുകി ആണെങ്കിൽ ബൊറൂട്ടോ എപ്പോഴും മിത്സുകിയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് പോലൊരു സംഭവം ചെയ്യാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ ഷെക്കിക്ക് ഒരു പേടി, ഇനി കൊക്കൂയു വരുമ്പോൾ ഇവൻ എസ്കേപ്പ് ആയി പോയാലോ, ഇവനെ എഴുന്നേക്കാൻ കൂടി വയ്യ, ആ ഒരു ഇത് യൂസ് ചെയ്ത് ബൊറൂട്ടോ മിത്സുകി പോയാലോ എന്നൊക്കെ നമ്മളുടെ ഷെക്കിക്ക് ഓർക്കുന്നുണ്ട്. എന്നാൽ തന്നെയും മിത്സുകി പെട്ടെന്ന് തിരിച്ചു വരികയാണ്. ഒരു കയ്യിൽ കുറച്ചധികം പൂ എടുത്തിട്ട് വന്നിട്ട് ആർക്ക് കൊടുക്കുകയാണ്, ഷെക്കിക്ക് കൊടുത്താണ്. ഇത് എന്താ, ഇത് വെച്ചോ, ഇന്ന് ഹ്യൂമൻസ് അങ്ങനെ അവർക്ക് ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ യൂസ് ചെയ്യും, ഇങ്ങനെ പൂവൊക്കെ കൊടുക്കും, അപ്പോൾ അവർ കുറച്ചും കൂടെ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ആണോ, അതെയോ, നിനക്ക് ഇനിയും മനുഷ്യരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മളെ മിത്സുകി പറയാണ്, അതായത് ഈ മനുഷ്യരെന്ന് പറയുന്ന ആൾക്കാർ കഴിക്കും. ഓ കഴിക്കുമോ, എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും, വായുണ്ട് അവർക്ക്, അത് അവർ വെച്ച് കഴിക്കും. ഒരു പെണ്ണിൻ്റെ ചോദിച്ചോ, അവൾ വേണമെങ്കിൽ വില്ലേജിൻ്റെ ഇത് തന്നെ കഴിച്ച് തീർത്ത് മാപ്പ് വരെ തെറ്റിക്കും എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ മനുഷ്യരാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ മിത്സുകി പറയണേ, എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ ഉറക്കം വരും, പക്ഷേ എനിക്കങ്ങനെ വിശപ്പ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നിൻ്റെ അച്ഛൻ ആരാ, അമ്മ ആരാ, നിനക്ക് ആരാ ബർത്ത് തന്നെ, നീ മനുഷ്യനല്ലോ, അപ്പോഴത്തേക്കും മനുഷ്യർക്ക് കുട്ടിക്ക് മനുഷ്യനാണല്ലോ ബർത്ത് കൊടുക്കുന്നതെന്ന് പറയണം. എൻ്റെ പാരൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പാരൻ്റ് ഉണ്ടെന്ന് പറയാണ്. അതായത് മനുഷ്യനെ പോലെയാണെന്ന രീതിയിലാണ് നമ്മളുടെ മിത്സുകി പറയുന്നത്. പക്ഷേങ്കിലും മിത്സുകി ഓർത്ത് നോക്കുകയാണ്, ആ ഒരു ട്യൂബിൽ നിന്നും ഒറോച്ചിമാറോ വന്നിട്ട് പൊട്ടിച്ചല്ല തുറന്ന് ഇറക്കിയതും ഒറോച്ചിമാറോ അങ്ങനെ ഇറക്കിയിട്ട് തലവി നിൻ്റെ പേര് മിത്സുകി, നീ എൻ്റെ മോനാണെന്ന രീതിയിലൊക്കെ പറഞ്ഞതും ഒക്കെ ഈ മിത്സുകിയുടെ മനസ്സിൽ ഇപ്പോഴും നല്ല രീതിയിലേക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അച്ഛനാരാ അമ്മയാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ഒറോച്ചിമാറോ എന്ന്. അത് ഒറോച്ചിമാറോ എന്ന് പറയണം. കൂരെ പോലെ ആണെന്ന് ചോദിക്കുകയാണ്. ആരായി കൂ, ഞാൻ കുറച്ച് നേരം കൊണ്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, ആരാണിക്കൂ എന്ന് ചോദിക്കുകയാണ്. അതാരാന്നറിയോ, അയാളാണ് ഞങ്ങൾക്ക് ഓർഡർ ഇട്ടത് നിന്നെ കൊണ്ടുവരാനായിട്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷെക്കിയുടെ സൗണ്ട് പതറുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ മിത്സുകി ഓർക്കാണ് വേറെ കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സൺസെറ്റൊക്കെ നോക്കിയിരിക്കുമെന്ന് പറയണം. അവരിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും, കരയും, ഫീലിങ്സ് ഒക്കെ കാണിക്കുമെന്ന് പറയണം. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ, നീ ഇതുവരെ കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിത്സുകി പറയണം, ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല, പക്ഷേങ്കിലും എനിക്കറിയത്തില്ല കരഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും മനുഷ്യർ സ്വപ്നം കാണുമെന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലപ്പോഴും എന്ന രീതിയിൽ മിത്സുകി പറയാണ്. അപ്പോഴത്തേക്കും നീ ബൊറൂട്ടോയ്ക്ക് വല്ലതും പറ്റിയ കരയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബൊറൂട്ടോ മരിച്ചാൽ നീ കരയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മിത്സുകി ഒന്നും ഞെട്ടിപ്പോവാണ്. ബൊറൂട്ടോയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കരയുമെന്നോ, ബൊറൂട്ടോ എൻ്റെ സൂര്യനാണ്, അവൻ്റെ സൂര്യപ്രകാശമാണ്, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് വഴി കാണിച്ചു തരുന്ന വെട്ടമാണ് ബൊറൂട്ടോ. അത്രയ്ക്കും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ബൊറൂട്ടോ. അതുകൊണ്ട് എനിക്കറിയത്തില്ല അവന് ഒന്നും പറ്റൂലല്ലേ എന്ന രീതിയിൽ മിത്സുകി നിൽക്കുകയാണ്. അപ്പം ഞാനോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും നീ പറയല്ലേ, നീ അങ്ങനെ ഒന്നും പറയരുതേ എന്ന രീതിയിൽ പറയണം. നിങ്ങൾക്കൊക്കെ സങ്കടം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമെന്ന് പറയാണ്. ആ ഒരു ചോജോ എന്ന് പറയുന്ന പെണ്ണും സറാഡ എന്ന് പറയുന്ന പെണ്ണും സംസാരിക്കുന്നതാണോ എന്ന് പറയണം. അപ്പം പറയണത് ചോജോ അല്ലേ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നത്, നീ പറഞ്ഞതിൽ നിന്നും എനിക്കിപ്പോൾ അവരെ എല്ലാം പരിചയപ്പെട്ട് തുടങ്ങിയെന്ന് പറയാണ്. ഞാനും നിന്നെപ്പോലൊരാളായിരുന്നു എങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിത്സുകിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സീക്രട്ട് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞതെന്ന്. ഇല്ല എനിക്കൊരു സീക്രട്ടും നിന്നിൽ നിന്നും ഇല്ലയെന്ന് പറയുമ്പോൾ നീ കള്ളം പറയുകയാണ്, നീ എന്തിനാ കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് ക്ലേ
യൂസ് ചെയ്ത് എന്തുണ്ടാക്കുകയാണ്, നമ്മളുടെ മിത്സുകിയുടെ കഴുത്തിന് ചുറ്റും ഒരു പഴുതാരേനെ ചുറ്റി വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഒന്നുകൂടെ അത് പറഞ്ഞാൽ നീ മരിച്ചു പോകുമെന്ന്, നീ അനങ്ങരുതെന്ന് പറയാണ്. നീ ലീഫ് വില്ലേജിൽ അങ്ങനെ ഷിനോബികളെ കൊന്നതുപോലെ ഫേക്ക് ചെയ്തതും ഒരു പാമ്പിനെ വെച്ച് ആർക്കോ മെസ്സേജ് അയച്ചതൊന്നും ഞാൻ കണ്ടില്ല എന്ന് നീ വിചാരിച്ചോ? എല്ലാവരെ പോലും ഞാനും പൊട്ടനാണെന്ന് വിചാരിച്ചോ? ഷെക്കിക്കിയും കൊക്കോയോയും അതുപോലെ തന്നെ ആരും നമ്മളുടെ കിറാറയും വിളിക്കാൻ വന്നപ്പോഴത്തേക്കും, അക്കൂട്ടയും ഉണ്ടായിരുന്നു, വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവർ കാണാതെയാണ് അയച്ചത്. ഇതിവൻ കണ്ടു എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ലാൻഡ് ഓഫ് എർത്തിലാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരക്കിയിട്ട് വരണ്ട എന്ന രീതിയിൽ പറയാനായിട്ടാണ് ഞാൻ അയച്ചത്, അല്ലാതെ വേറൊന്നും അയച്ചിട്ടില്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ സംസാരിച്ചത് നീ ആ ഒരു ഇതിൽ നിന്നാൽ തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. നിന്നെപ്പറ്റി എന്തോ ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന രീതിയിൽ ബൊറൂട്ടോ എടുത്ത് നമ്മളുടെ മിത്സുകി എടുത്ത് ആര് പറയാണ്, നമ്മളുടെ ഷെക്കിക്ക് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മളുടെ മിത്സുകിക്ക് ഇത് ആയിട്ട് തോന്നുന്നത്. കാരണം ഇത്ര കുറച്ച് ദിവസം കൊണ്ട് തന്നെ, കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ മിത്സുകിക്ക് ആ ഒരു ബോണ്ട് അവൻ്റെ ഒറ്റപ്പെടലും മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ കൊന്നോ, എന്തെങ്കിലും ട്രബിൾ ഉണ്ടെന്ന് തോന്നിയാൽ നിനക്ക് നിൻ്റെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മിത്സുകി ചോദിക്കുകയാണ്. അത് നോക്കുമ്പോൾ പൊട്ടി പോകാൻ തുടങ്ങുകയാണ്. മിത്സുകി ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറ്റിയത്, നീ എന്തേലും പറയാന്ന രീതിയിൽ. അപ്പോൾ മിത്സുകി ആലോചിക്കുകയാണ്, ബൊറൂട്ടോ ഇപ്പോഴും അവനെ വിശ്വസിക്കുന്നില്ലേ, അതൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമല്ലേ എന്ന രീതിയിൽ. അങ്ങനെ ആയിരിക്കാം, അവനും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും എനിക്കങ്ങനെയല്ല, എനിക്ക് എൻ്റെ രീതിയാണ്, എൻ്റെ വഴിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് തോനെയും സംസാരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നിൻ്റെ കാര്യം അറിയാനായിട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്, ഇനിയും എനിക്കറിയണം എന്ന് പറയണം. ആ പൂവും കൈ പിടിച്ച് അങ്ങനെ നമ്മളുടെ ഷെക്കിക്ക് ചോദിക്കുന്ന കാണുമ്പോൾ ബൊറൂട്ടോനെ പറ്റി പറയാൻ തുടങ്ങാണ് നമ്മുടെ മിത്സുക്കി. അവൻ എപ്പോഴും ചിരിക്കും. അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ ഫൈറ്റ് ചെയ്യുന്ന കണ്ട അത്രയും നമുക്ക് തോന്നും, അത്രയും വെറുപ്പാണ്. പക്ഷേങ്കിലും അവൻ ഫ്രണ്ട്സിനും ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, വില്ലേജിനായിക്കോട്ടെ, കൂടെ നിൽക്കുന്ന ആർക്ക് എന്തൊരു പ്രശ്നം വന്നാലും അവൻ ഒരിക്കലും അതിന് മാപ്പ് കൊടുക്കത്തില്ല. അവൻ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ അടങ്ങത്തുള്ളൂ. അതുപോലൊരു വാശിയിലാണ് അവൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അവൻ്റെ ചുറ്റും എപ്പോഴും ഒരുപാടധികം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. എന്നാൽ തന്നെ അവൻ്റെ കുർത്തക്കാർക്ക് പറഞ്ഞ വേറെ ലെവലാണ്. ഇവരെല്ലാം കളിയാക്കും, ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേങ്കിലും അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്, അവൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയിട്ടേ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവൻ്റെ സൂര്യനാണ്, സൂര്യപ്രകാശം പോലെയാണ്. അവനില്ലെങ്കിൽ ഞാനില്ല. എനിക്ക് അത്രയ്ക്കും ബൊറൂട്ടോനെ വലിയ കാര്യമാണ് എന്ന രീതിയിൽ പറയാണ്. ഞാൻ ആദ്യമായിട്ട് ബൊറൂട്ടോനെ കണ്ടത് മുതൽ അവസാനമായിട്ട് ഇപ്പോൾ കണ്ടത് വരെയും അവൻ്റെ മുഖത്തും ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത്രയും അവൻ ഇതാണെന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കഴുത്തി പിടിച്ചിരുന്ന ആ സാധനം അഴിഞ്ഞു പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഷെക്കിയുടെ മുഖമൊക്കെ വെണ്ട് പൊട്ടാൻ തുടങ്ങുന്ന ഭയങ്കര വേദന. അങ്ങനെ കിടന്ന് കഴിയാൻ തുടങ്ങുകയാണ്. കൊക്കു എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് മിത്സുക്കി പറയുമ്പോൾ വേണ്ട എന്ന രീതിയിൽ പറയാൻ തുടങ്ങുകയാണ് ഷെക്കിക്ക്. മിത്സുകി ആണെങ്കിൽ യഥാർത്ഥത്തിൽ നിനക്ക് എന്താണ് പ്രശ്നം, നീ എന്താണ് നിനക്ക് പറ്റിയെന്ന രീതിയിൽ പതറിയാണ് മിത്സുകി ചോദിക്കുന്നത്. ഷെക്കിക്ക് പറയണം, ഞാൻ ഒന്ന് പറയട്ടെ, നീ ഭയങ്കര ലക്കിയാണ്. നീ മരിച്ചാൽ കരയാൻ നിൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും മിത്സുകി എന്ന രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ ഇവൻ മരിക്കാൻ പോകുന്നത് പോലെയാണ് ഈ ഒരു ഷെക്കിക്ക് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ബ്രെയിനൊക്കെ ബ്ലാങ്ക് ആയി പോകുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താണ് ഞാൻ ഒരു ഉറക്കത്തിലേക്ക് പോകാൻ പോകുന്നത് പോലെ, ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോകാൻ പോകുന്നത് പോലെ എന്നൊക്കെ ഷെക്കിക്ക് പറയുമ്പോൾ, ഷെക്കിക്ക് നീ എന്താണ് പറയുന്നത്, നീ അങ്ങനൊന്നും ചിന്തിക്കരുത്, നീ പരമാവധി നീന്തുന്നതായിട്ട് നിൽക്കുക, നീ ഒന്നും ചിന്തിക്കേണ്ട. കൂടുതൽ ചിന്തിക്കും തോറും ഷെക്കിക്ക് അങ്ങനെ മിത്സുക്കി തന്നെക്കാളും ബൊറൂട്ടോനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ തോന്നുമ്പോൾ അവനെ ഫ്രണ്ടാണോ എന്ന് ആ ഒരു ഇതൊക്കെ തോന്നുമ്പോഴേ, അങ്ങനെ തോന്നുമ്പോഴത്തേക്കും ഷെക്കിക്ക് ഭയങ്കര ഫീലാവും. അത് കാരണമാണ് ഈ ക്രാക്സ് വരുന്നത് കേട്ടോ. അങ്ങനെ മിത്സുക്കിക്ക് അത് മനസ്സിലായിട്ട് നീ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, നീ ആട്ടങ്ങ്, നീ എന്നെ ടെൻഷൻ ആവല്ലേ ഷെക്കിക്ക് എന്ന് പറയുമ്പോൾ ഷെക്കിക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് മിത്സുകിനെ ഇങ്ങനെ നോക്കുകയാണ്. അതേസമയം ഇവിടെ ബാക്കിയുള്ളവർ തിരിച്ചു വരികയാണ്. കക്കോ അതുപോലെ തന്നെ നമ്മളുടെ കിറാറ, കൊക്കൂയോ ഒക്കെ വരികയാണ്. ഇവരെ വിളിക്കാനായിട്ടാണ് നമ്മളുടെ കൊക്കൂയോ പോയത്. അവർ വരുമ്പോൾ കാണുന്നത് മിത്സുകി ആണെങ്കിൽ നമ്മളുടെ ഷെക്കിക്കിനെ എടുത്തിട്ട് വരുന്നത്. എന്താടാ നീയാണ് ചെയ്തത്, ഷെക്കിക്കിനെ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത് തന്നെ. ഷെക്കിക്കിനെ മിത്സുകി എന്തോ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഷെക്കിക്ക് ഓക്കെ ആണോ എന്നും പറഞ്ഞ് കൊക്കോയോ നോക്കുമ്പോൾ ആ ഒരു ഷെക്കിക്ക് ആണെങ്കിൽ അനങ്ങുന്ന കൂടിയില്ല. കിറാറയും വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കക്കോയും വിളിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണമോ
മിത്സുകയാണ്, അവനാണ് എന്തോ ചെയ്തതെന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴുത്തി കുത്താണ്. ഇവന് ബോധം വന്നില്ലെങ്കിൽ നമ്മളുടെ മിത്സുകിയുടെ കാര്യം ചവ തന്നെ, മിത്സുകിനെ ഒരു രീതിയിലും വിശ്വസിക്കേണ്ട എന്ന രീതിയിൽ കിറാറ പറയാണ്. അത് മാത്രമല്ല കക്കോ പറയാണ്, നിൻ്റെ അടുത്തൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകാനല്ലേ പറഞ്ഞത്, നീയൊക്കെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ഇതെന്താ പൂജിക്കാൻ കൊണ്ടുപോകണം, ഇവിടെ അവിടെ കൊണ്ടുവച്ച് നീയൊക്കെ പൂജിക്കാൻ പോകണം, മര്യാദയ്ക്ക് ഇവനെ കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാടാ എന്ന് പറയണം, അല്ലെങ്കിൽ അടിച്ച് ബോധം കെടുത്തി കൊണ്ടുപോകാടാന്ന് പറയണം. ഇല്ല ഞാൻ നിങ്ങളോടൊന്നും ചെയ്യത്തില്ല എന്ന രീതിയിൽ മിത്സുകി പറയുമ്പോൾ, നീ പറയുന്നത് ആരാ വിശ്വസിക്കുക, നിന്നെ കാണുമ്പോഴേ എനിക്കത് തോന്നുന്നുണ്ട് എന്ന് കക്കോ ചോദിക്കുകയാണ്. അപ്പോൾ കൊക്കോയും പറയാണ്, ഇല്ല ലോർഡ് കൂ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടെത്തിച്ചാൽ പോരെ, അവൻ തന്നെ ഇപ്പോൾ നമ്മളുടെ കൂടെ വരാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കുമാണ് ആദ്യമായിട്ട് കിറാറിൻ്റെ കണ്ണ് തുറക്കുന്നത്. ഗാലക്സിയാണ് അവളുടെ കണ്ണിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ ഭയങ്കര ക്രൂവലാണ് കേട്ടോ. അത് അവളുടെ സ്വഭാവം ക്രൂവലാണ് കേട്ടോ. എന്തോ ഒരു വ്യത്യാസമുണ്ട്. നീയാണ് ഈ ഒരു ഷെക്കിക്ക് എന്തോ ചെയ്തത്, അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ലോർഡ് കൂവിൻ്റെ അടുത്ത് ചോദിക്കാതെ ഇവനെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ബൊറൂട്ടോനെ ലോർഡ് കൂവിന് എന്തോത്തിനും ആവശ്യമുണ്ട്. അവൻ്റെ ബോഡി ഇനി റിക്കവർ ആവാൻ എത്ര സമയമാവുമെന്ന് അറിയത്തില്ല. നീയാണ് എന്തോ ചെയ്തത്, നിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ പോരാ, നിന്നെ അറസ്റ്റ് ചെയ്തതിനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയാണ്. മിത്സുകിനെ വിശ്വസിക്കില്ല എന്ന് കിറാറയും കക്കോയും പറയാണ്. അപ്പോഴത്തേക്കും കണ്ണ് തുറന്ന ഷെക്കിക്ക് പറയാണ്, നിങ്ങൾക്ക് മിത്സുകിനെ ആരെപ്പോലെയും വിശ്വസിക്കാം, അവൻ നമ്മളുടെ കൂടെ ഉള്ളതാണ്, അവൻ കാരണമാണ് ഞാൻ ഇത്ര നേരമെങ്കിലും നിന്നത്, അവൻ കാരണമല്ല എനിക്ക് അവസ്ഥ വന്നത് എന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അതുമാത്രമല്ല എനിക്കെപ്പോഴും മിത്സുകിയുടെ കൂടെ ഇരിക്കാനാണ് താല്പര്യം, ഞാൻ നിൻ്റെ കൂടെ നടന്നോട്ടെ, ഞാൻ നിൻ്റെ ഷോൾഡറിൽ കിടന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ കേട്ടോട്ടെ, എനിക്ക് ഇനിയും അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാണ്. ഇവൻ്റെയൊക്കെ ഒരു കാര്യം എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ മിത്സുകി തന്നെ അവനെ എടുത്തിട്ട് പോവാണ്. സോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് നീ എന്തിനാ ആ ഒരു സീക്രട്ട് അറിഞ്ഞിട്ടും എന്നെ വിശ്വസിക്കുന്നതെന്ന് മിത്സുകി ചോദിക്കുമ്പോൾ പറയാണ്, ഫ്രണ്ട്സ് ആകുമ്പോൾ അവരുടെ ഇടയിൽ സീക്രട്ട് ഉണ്ടാവും, ഇപ്പോൾ ഇതൊരു സീക്രട്ട് ആയിരുന്നോട്ടെ, ഇവരാരും അറിയണ്ട, നമ്മളാണ് ഫ്രണ്ട്സ് എന്ന രീതിയിൽ പറയാണ്. എന്നിട്ട് അവർ പോവാൻ അതേസമയം നമ്മൾ സ്റ്റോണിൽ കാണിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഏതോ ഒരു താഴെയുള്ളൊരു ഗുഹ, അവിടെ ഒരുപാട് അക്കൂറ്റന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അക്കൂറ്റന്മാരെ ഉണ്ടാക്കുന്നത് മാത്രമല്ല അവിടെ ആ ലോർഡ് കൂ എന്ന് പറയുന്ന ആളിലെ അയാൾ നിപ്പുണ്ട്. അതേസമയം നമ്മളുടെ സുജിക്കാകെയായിട്ടുള്ള നമ്മളുടെ കുറോട്സുജിനെ എടുത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് സീൽ ചെയ്തെന്ന് പോരാഞ്ഞ് കുറേ അധികം അക്കൂറ്റന്മാരെ കാവലും നിർത്തിയൊക്കെയാണ് ലോർഡ് കൂ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോനാണ്. ബൊറൂട്ടോ ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ല. അതായത് നമ്മളുടെ മിത്സുക്കി ലൈറ്റ്നിങ് വെച്ച് ബൊറൂട്ടോനെ അടിച്ചില്ലേ, അതിനുശേഷം ബൊറൂട്ടോ അങ്ങനെ ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൊറൂട്ടോക്ക് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ആ ഒരു സംഭവം ഒന്നും ഓർമ്മ വരുന്നില്ല. അങ്ങനെ ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, അവൻ്റെ ആ ഒരു ഓർമ്മകളിൽ പോവാണ്. അതേസമയം ഇവിടെ മിത്സുകിയുടെ ഓർമ്മകളിൽ ബൊറൂട്ടോ മരിച്ചാൽ നീ കരയോ, ബൊറൂട്ടോയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ കരയോ എന്ന് ഷെക്കിക്ക് ചോദിച്ചതും ബൊറൂട്ടോയുടെ ചിരിയും ബൊറൂട്ടോ ഇത്രയും നാളും നമ്മളുടെ മിത്സുകിയുടെ കൂടെ നടന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ പോവാണ്. അതേസമയം ബൊറൂട്ടോയുടെ മൈൻഡിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഓർമ്മ പോവാണ്. കൂടാതെ നമ്മളുടെ ബൊറൂട്ടോയുടെ മൈൻഡിൽ അവസാനമായിട്ട് നമ്മളുടെ മിത്സുകി വന്ന് ലൈറ്റ്നിങ് എടുത്ത് അങ്ങനെ വീശി നമ്മളെ ബൊറൂട്ടോനെ അടിച്ചതും ഒരു രീതിയിലും ബൊറൂട്ടോനെ വിടാത്ത രീതിയിൽ സ്നേക്ക് ലൈറ്റ്നിങ് വെച്ച് അടിച്ചതും ഒക്കെ ഓർമ്മ വരികയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് എന്ന് സറാഡ പറഞ്ഞതും ബൊറൂട്ടോ അവിടെ കിടന്ന് കരഞ്ഞതും വരാൻ പറഞ്ഞിട്ട് പോലും മിത്സുകി വരാതെ ആ ഒരു ഷെക്കീക്കിൻ്റെ കൂടെയും കൊക്കോയുവിൻ്റെ കൂടെയും പോയതും അവൻ അതായിരുന്നു ആവശ്യം, അവൻ്റെ വിഷ് അതായിരുന്നു, അവൻ്റെ ആഗ്രഹം അതായിരുന്നു, ഞാൻ വിട്ടുകൊടുക്കാത്തതുപോലെ എന്ന രീതിയിൽ സംസാരിച്ചതും ഒക്കെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുമ്പ് സറാഡ സംസാരിച്ചതും നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഓർമ്മ വരാണ്. എന്നിട്ട് നേരെ മിത്സുകിയുടെ കൂടെയുള്ളൊരു ഇതിലാണ് വഴുതി വീണു പോകുന്നത്. മിത്സുകിയുടെ കൂടെ ഇപ്പോഴും നമ്മളുടെ ബൊറൂട്ടോ ലീഫ് വില്ലേജിലാണെന്നും ഇങ്ങനൊരു പ്രശ്നം നടന്നതായിട്ടേ ബൊറൂട്ടോയ്ക്ക് ഓർമ്മയില്ല. ബൊറൂട്ടോയുടെ മൈൻഡ് ഇപ്പോൾ ഫുള്ളി മിത്സുകിയുടെ അടുത്താണ്, അവൻ ഇപ്പോൾ കൂടെ ഉണ്ട് എന്ന രീതിയിലാണ് ബൊറൂട്ടോ വിചാരിക്കുന്നത്. ബൊറൂട്ടോയുടെ മുഖത്തെ ആ ഒരു വ്യത്യാസം കണ്ടിട്ട് സറാഡ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇവൻ എന്തെങ്കിലും പെട്ടെന്ന് ഇനി സ്വപ്നം വല്ലതും വന്നോന്ന്, ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല, ഇത് നടന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്ന് നമ്മൾ ഷിക്കഡായി പറയണം. കാരണം ബൊറൂട്ടോയെ ജീവൻ, ബൊറൂട്ടോയെ ജന്മം, ബൊറൂട്ടോയ്ക്ക് വേണ്ടി ഞാൻ ചാവും എന്ന് പറഞ്ഞ് നടന്ന മിത്സുകി ദേ ബൊറൂട്ടോനെ അടിച്ചിട്ടിട്ട് പോയി. ഇത് നടക്കുന്ന കാര്യമാണ്, നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യമാണ് എന്ന് പറയണം. അപ്പോൾ ബൊറൂട്ടോയുടെ അവസ്ഥ എന്താവും എന്തോ. എന്തായാലും ഇവൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യം ജഗ പുകയാണ്. ഇവിടെ ഇരുന്ന ഗോവിന്ദയാണ്, കാരണം ബാക്കിയുള്ള അക്കൂട്ടന്മാരാണ്, അവന്മാർ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് നോക്കണം. അതിനുവേണ്ടി സർവൈലൻസ് നടത്താം, അതായത് മൊത്തത്തിൽ ചുറ്റി നടന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോയും ഇനോച്ചിനും ഇങ്ക് ബേർഡിനെ യൂസ് ചെയ്തും അല്ലാതെയൊക്കെ പോയേക്കാണ്. കൂടുതലധികം പറക്കണ്ട, പറന്നാൽ ചിലപ്പോൾ അവന്മാർ കണ്ടുപിടിക്കും, ഇവന്മാർ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറക്കാതെ തന്നെ നടന്നു നോക്കുകയാണ്. എവിടെയോ ഒരു അനക്കം ചോജ കേട്ടു കേട്ടോ. അങ്ങനെ ചോജു മാത്രമല്ല ഇനോജിനും കേട്ടു കേട്ടോ. അങ്ങനെ രണ്ടുപേരും എന്തായിരിക്കും, അതൊരു അക്കൂട്ടയായിരിക്കും, എന്തായിരിക്കും ആ സാധനം, നീ പോയി നോക്ക് ചോജോ എന്ന് പറയുമ്പോൾ ഞാനൊരു പെങ്കൊച്ച്, ഇത്രയും തടിമാട്ടനായ ചെറുക്കൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പോയി നോക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനോജൻ പറഞ്ഞു, ഞാൻ പോയി നോക്കണമെന്നോ, നടക്കണ കാര്യം പറ,
ഞാൻ പോകില്ല എന്ന് ഇനോജിൻ പറയണേ. കാരണം ഒരക്കൂട്ടേനെ ഒത്തിരി മുമ്പേ കണ്ടപ്പോൾ തന്നെ ഇത് വാരിയിട്ട് കിളക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുക്കുമ്പോൾ ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ തീർന്നു. ആ വരുന്നത് അനക്കം കേട്ടത് അക്കൂട്ടയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അവിടെ കിടന്നൊരു മാസ്ക് ഇങ്ങനെ ഫോമായി അക്കൂട്ടയായി വരുന്നത് നമ്മളെ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ സറാഡേനെയും നമ്മളെ ഷിക്കഡാനെയും കാണിക്കാൻ മിത്സുക്കി ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചില്ല. എന്നാലും മിത്സുക്കി ഇന്നസെൻ്റ് ആണെന്ന് തോന്നുന്നു, പാവമാണെന്ന് തോന്നി. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഇനി വല്ലതും ചെയ്തിട്ടുണ്ടാവോ. മിത്സുക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അതെങ്ങനെയെങ്കിലുമൊക്കെ വിചാരിക്കാമായിരുന്നു. പക്ഷേ ബൊറൂട്ടോനോട് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവം എന്ന് പറയുന്നത്. ഇതിന് എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളുടെ ബൊറൂട്ടോ കൂടെ എഴുന്നേക്കണം എന്ന് ചോദിക്കുക എന്ന് പറയണം. കാരണം എന്തെങ്കിലും ചെയ്ത് വെച്ച് ബോർഡിനെ കൊണ്ട് ലീഫ് വില്ലേജ് പോയാൽ അവിടെ ചെല്ലുമ്പോൾ അവൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ, ഇവനെ കൊണ്ട് ഇനി മിത്സുകയുടെ അടുത്ത് പോയാൽ അവിടെ ചെല്ലുമ്പോൾ അവന് കാണണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവനും കൂടെ എഴുന്നേക്കട്ടെ എന്ന് പറയണം. അതേസമയം ഇനോജിൻ പോയി നോക്കുമ്പോൾ അവിടെ ഒരു മുയലാണ്. അങ്ങനെ ആ മുയൽ തുള്ളിച്ചാടി ഓടിപ്പോകുമ്പോൾ ഒരു മുയലായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞു നോക്കുമ്പോൾ അക്കൂട്ടയോ അയ്യൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഇനോജിൻ അവിടെ കിടന്ന് വിളിയാണ്. അപ്പോൾ ഈ വിളി നമ്മളുടെ സറാഡയും ഷിക്കഡായും ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതേ കണക്ക് ഷിക്കഡായും അതുപോലെ തന്നെ ചോയും പോയി നോക്കുമ്പോൾ ഇനോജിൻ പെട്ടെന്ന് വിളിക്കുകയാണ്. ഒരു അക്കൂട്ടാണെങ്കിൽ ചേട്ടാ എന്നെ കെട്ടിപ്പിടി, ചേട്ടാ കെട്ടിപ്പിടി എന്ന രീതിയിൽ അക്കൂട്ട എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് നമ്മളുടെ ഷിക്കഡായുടെ അടുത്ത് നമ്മളുടെ ഇനോജിൻ്റെ അടുത്ത് കിടന്ന് കൊഞ്ചുവാണ്. എന്താടാ ഇവിടെ നടക്കുന്നത്, ഇനി അതിൻ്റെ ലൈനും സെറ്റാക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ലൈനോ ഒന്നും അല്ല, എനിക്ക് അറിഞ്ഞുകൂടത് എന്താന്ന്. അങ്ങനെ അതിനെ പിടിച്ചിട്ട് സറാടെ അടുത്ത് പോവാണ്. സറാടെ നോക്കുമ്പോൾ അതാണെങ്കിൽ നമ്മളുടെ ഇനോജിൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്. എന്താടാ നിൻ്റെ അടുത്ത് ഭയങ്കര മൃഗങ്ങൾക്ക് സ്നേഹമാണല്ലോ എന്ന് പറയണം. പറയണം അദ്ദേഹത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ അക്കൂട്ടെ കാണാൻ, കുഞ്ഞനാണെന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ ഇനോജിൻ പറയുന്നത് ഇത് ഭയങ്കര വൃത്തികെട്ട ക്രിയേച്ചറാണ്, ഇതിനു മുമ്പേ മിത്സുകി എന്നെ കൊണ്ടുപോയില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഇവനൊന്നും കൂട്ടരുത്, ഇങ്ങനെയെങ്കിലും തല്ലിക്കൊന്ന് കാണാം എന്ന് ഇനോജിൻ പറയാണ്. ഇത് വീക്കാണ്, കൊല്ലാൻ എളുപ്പമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ എനിമീസാണ്. അപ്പോൾ എനിമീസിൻ്റെ ഒരു വെപ്പണാണല്ലോ ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല, മനസ്സിലാക്കാൻ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ആര് നോക്കും എന്ന് ചോദിക്കുമ്പോൾ ആര് നോക്കാൻ, നീ നോക്കും എന്ന രീതിയിൽ ഇവർ നോക്കുകയാണ്. നമ്മളുടെ ഷിഗറായി എടുത്ത് പറയുന്നുണ്ട് നമ്മളെ അക്കൂട്ട എന്ന് പറഞ്ഞാൽ സാധാ ഷിനോബികളെക്കാളും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അക്കൂട്ടിനെ കൂടെ നിർത്തിയാൽ നല്ലതല്ലേ. അതുകൊണ്ട് ഇനോജിൻ തന്നെ നോക്കിക്കോ, നീ നോക്കൊരു കോഴി കുഞ്ഞിനെ നോക്കുന്നു ഞാൻ കണ്ടല്ലോ, അതെ നീ കോഴിയെ നോക്കി, ഇന്ന് അക്കൂട്ട ഒരു ചിപ്സ് കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിപ്സ് കൊണ്ടുപോകുന്നുണ്ട്, ഇനി താമോളെ കൊണ്ടുപോടി നിന്റെ ചിപ്സ് എനിക്ക് വേണ്ട എന്ന രീതിയിൽ അക്കൂട്ട പറയാണ്. എന്തോട്ടോ നീ ചെയ്തത് എന്നും പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് അടിക്കാൻ പോവാണ്. സറാഡയാണ് പിടിച്ചു മാറ്റുന്നത്. അതേസമയം ബൊറൂട്ടോയുടെ ഡ്രീമിൽ കാണിക്കുകയാണ്. അവിടെ ബൊറൂട്ടോ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. അവിടെയൊക്കെ മിത്സുകി വരികയാണ്. അവിടെ നിന്ന് മിത്സുകി സംസാരിക്കുകയാണ്. നീ അത് ഓർക്കുന്നുണ്ടോ, ഞാനത് സ്വപ്നമാണ് കണ്ടോ, നീ കണ്ടോ ആ സ്വപ്നം എന്ന രീതിയിൽ ബോറോട് ചോദിക്കുകയാണ്. അപ്പം നീ എന്താടാ ഇവിടെ ഇരുന്ന് കഫിരുന്ന് ചായ ഓടിച്ചോണ്ടിരിക്കുന്ന എന്നും പറഞ്ഞ് ഗറകി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇത് കേട്ട മിത്സുകി ബോറോട് ഞെട്ടിപ്പോവാണ്. നീ എന്താ എൻ്റെ സ്വപ്നത്തിൽ, പിന്നെ ഇത്രയും വലിയ പാമ്പിനെ എടുത്ത് ചുമ്മാ ഇരുന്ന് എൻ്റെ മണ്ടയ്ക്ക് കോൺട്രാക്റ്റും വെച്ച് നിൻ്റെ സമണിങ് എന്നെല്ലാം ആക്കി വെച്ച് ഞാൻ ഇനി എന്തൊരു ചെയ്യണം, ഇത്രയും വീക്കായിട്ടുള്ള ഒരുത്തൻ്റെ മണ്ടയ്ക്കാണ് ഞാനിരിക്കുന്നതെന്ന് അറിഞ്ഞില്ല, നിൻ്റെ ഹൃദയത്തിൽ ഇത്രയും വീക്കാണോ, ഇവിടെ സോഡ ക്യാൻഡി നമ്മളെ മറ്റേ പഞ്ഞിമുട്ടായുടെ സ്വപ്നം കണ്ട അത് ബെറ്റർ ആണ്ട എന്ന രീതിയിൽ പറയാണ്. നീ ഒന്ന് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി, ഇതെന്നെ സ്വപ്നമൊന്നുമില്ലെന്ന് പറയാണ്. അതേസമയം മിത്സുകി നമ്മളുടെ ബൊറൂട്ടയുടെ കൈ പിടിച്ചിട്ട് പോവാണ്. ഞാൻ പാമ്പാണ്, എനിക്ക് എവിടെയാ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും വിചാരിക്കില്ല, ഞാൻ എഴുതിയത് മൊത്തം നശിപ്പിക്കുവേ എന്നും പറഞ്ഞ് നമ്മളുടെ ഗറകയും പുറകെ വരാണ്. അതേസമയം നമ്മൾ ഇനോജിനെ കാണിക്കുകയാണ്. ഇനോജിനോട് മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് അവിടെ ഫുൾ ആരെങ്കിലും വരുന്നുണ്ടോ, എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കുമ്പോൾ ഈ അക്കൂട്ട് ആകെ ബഹളം. അതിൻ്റെ താഴെ നിന്ന് കല്ലൊക്കെ പറക്കിറി. അപ്പോൾ ഇവന് കളിക്കാൻ അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ ഇനോജിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അക്കൂട്ടിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു ഞാൻ എറിയും, നീ പോയി എടുത്തിട്ട് വരണമെന്ന്. അങ്ങനെ നമ്മളുടെ ഇനോജിൻ്റെ കയ്യിൽ നിന്ന് സ്ക്രോൾ എടുത്ത് അക്കൂട്ടി എറിയാണ്. ഇനോജിൻ പറയണേ നീ എന്താടാ കാണിച്ചത്, അത് എനിക്ക് വേണ്ടുന്ന സാധനമാണ്, എന്നെ കണ്ട് പഠിക്കാനല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇനോജിൻ ഇങ്ക് ബേർഡ്സിനെ യൂസ് ചെയ്യുന്ന സ്ക്രോളാണല്ലോ എടുത്ത് തന്നെ അത് എടുത്തിട്ട് വരികയാണ്. എടുത്തിട്ട് വന്ന് ഇങ്ക് ബേർഡ്സിനെ വരച്ച് വിട്ട് കൊടുക്കുകയാണ്. അതിനെ വെച്ചിട്ട് അക്കൂട്ട കളിക്കട്ടെ എന്ന് ഹായ് ലല്ലേ ലല്ലല്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സ്വഭാവം മാറുകയാണ്. എല്ലാ ഇങ്ക് ബേർഡ്സിനെയും അടിച്ചിടാണ്. കാരണം ഒരു ഇങ്ക് ബേർഡ് വന്നിട്ട് എൻ്റെ മുഖത്ത് കൊണ്ടു, അത് കാരണം അക്കൂട്ട എല്ലാ ഇങ്ക് ബേർഡ്സിനെയും അടിച്ചിടാണ്. അത് നന്നായി, നല്ല ഗുഡ് ജോബ് നമ്മളുടെ ആര് പറയാണ്, നമ്മളുടെ ഇനോജിൻ പറയണം. അപ്പോഴാണ് ഒരു
മുയൽ അങ്ങോട്ട് വരുന്നത്. അതിന് കണ്ടത് അക്കൂട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയി അടിക്കാൻ പോകുമ്പോൾ ഏയ് അതിനടിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത് എന്ന രീതിയിൽ പറയാണ്. ഇനോജിന് അടി കൊള്ളുമ്പോൾ അക്കൂട്ടയ്ക്ക് ഭയങ്കര വിഷമമാണ്. മുയലിന് അടി കൊണ്ടാൽ കുഴപ്പമില്ലായിരുന്നു, ഇനോജിന് അടി കൊണ്ടാൽ കുഴപ്പമുണ്ട്. കാരണം അക്കൂട്ടിയുടെ മനസ്സിൽ ഇനോജിനാണ് അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ആ ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അക്കൂട്ടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുയലും നീയും ഫ്രണ്ട്സാണ്, പക്ഷേ ഈ എനിമീസും നീയും ഫ്രണ്ട്സ് അല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൊറൂട്ടോയുടെ ഡ്രീമിൽ കാണിക്കുകയാണ് മിറ്റ്സുകി വിളിച്ചുകൊണ്ട് വന്നു. ഗറകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, പീക്കറി ചേർക്കാം, എൻ്റെ മണ്ടയ്ക്ക് കോൺട്രാക്റ്റും വെച്ചിട്ട് അവൻ കണ്ട സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞ് ആവാത്ത പണിക്ക് പോവരുതെന്ന് മിറ്റ്സുകി പലതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോയുടെ ഇതിലേക്ക് നമ്മളുടെ ഗറകയുടെ ആ ഒരു ഇതിലേക്ക് പോവാണ്, ഗറകയുടെ ആ ഒരു ഇതിലേക്ക് പോവാണ്, ഡയമെൻഷനിലേക്ക്. അവിടെ ചെന്നിട്ട് ഗറക പറയാണ്, നീ എന്താണ് നിൽക്കുന്നത്, നീ എന്തൊരു മണ്ടനാണോ, നീ അതോ ഇങ്ങനെ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ, അതോ നീ എന്താണ്, നീ സ്വപ്നത്തിലാണ്, എഴുന്നേറ്റ് പോടാ സ്വപ്നത്തിൽ നിന്ന് പറയാണ്. അപ്പോൾ ഗറകേനെ കണ്ടത് നിനക്ക് അല്ല, ഞാൻ സ്വപ്നത്തിലല്ല എന്ന് പറയുന്നത്, നീയാണ് ഇമാജിനറി ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അങ്ങ് നടക്കുന്നത്, നീ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, നിൻ്റെ മെമ്മറീസാണ് അതൊക്കെ വെച്ച് നീ ഓരോരോ ഇമാജിനേഷൻ ഉണ്ടാക്കി ഇവിടെ കിടക്കാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലതും അറിയേ എന്ന രീതിയിൽ വാളിട്ട് നമ്മളുടെ ബൊറൂട്ടോക്കിട്ട് നല്ല രീതിക്ക് ഒരു അടി കൊടുക്കുകയാണ്. മിറ്റ്സുകിയുടെ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് അങ്ങനെ ബൊറൂട്ടയുടെ കയ്യിൽ നിന്നും തെറിച്ച് ദൂരെ പോയി വീഴാണ്. അപ്പോൾ പറയാണ്, നീ ഒരുപാട് മനസ്സിലാക്കാണ്ട്, നീ എങ്ങനെയാണ് അതെന്ന് മനസ്സിലാക്കാണ്ട്, നീ അതൊക്കെ കാണണം, നീ അത് കാണുന്നതും പഠിക്കുന്നതും എനിക്ക് കാണണോടാ, നീ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയല്ലേ എന്ന് പറയുമ്പോൾ നമ്മളെ ബൊറൂട്ടോയും എന്നെ കൊണ്ട് പറ്റുമെന്ന രീതിയിൽ പറയാണ്. എന്നാൽ പോയി ചെയ് എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, കണ്ണ് തുറക്കുകയാണ്. അങ്ങനെ ഇത് കാണുന്ന സറാഡയ്ക്കും ചോജോയ്ക്കും ഷിക്കഡായ്ക്കും ആകെ സമാധാനമായി. ഇനി വില്ലേജിലേക്ക് പോവാം എന്ന രീതിയിൽ പറയാണ്. ഇല്ല, എൻ്റെ മൈൻഡിൽ ഒരു ഡിസിഷൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒരു തീരുമാനം എടുത്തു എന്ന് പറയണം. അപ്പോഴത്തേക്കും സറാഡ പറയാണ്, നമുക്ക് വില്ലേജിലേക്ക് പോകാം, ഷിനോബീസ് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ എന്ന രീതിയിൽ പറയുമ്പോൾ വേണ്ട, ഞാൻ അതെന്തായാലും ഫേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് മിറ്റ്സുകിയുടെ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡും വാങ്ങിക്കുകയാണ്. നീ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെ വരും, നമ്മൾ ഒന്നിച്ച് എന്ന രീതിയിൽ സറാഡ പറയാണ്. നന്ദി സറാഡ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്. നമ്മളുടെ അക്കൂട്ടനെ കണ്ടതും ബൊറൂട്ടോ ആകെ ഇതായി പോവാണ്. അത് ഇത് കൂടെ ഉണ്ടോ എന്ന രീതിയിൽ, അത് കൂടെ ഉണ്ട്, ഇവൻ നോക്കിക്കള് എന്ന രീതിയിൽ പറയാണ്. ഇനോജിൻ അങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് നിർത്താണ്. ലാൻഡ് ഓഫ് എർത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്, ഇത് നമ്മളെ സിംഹത്തിൻ്റെ മടയിലേക്ക് കയറിപ്പോകേണ്ട മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ ധൈര്യമായിട്ടിരുന്നോണം നമ്മൾ അങ്ങോട്ടേക്ക് പോയി മിറ്റ്സുകിനെ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരും എന്ന രീതിയിൽ പറയാണ്. അതിന് നമ്മൾ ആദ്യം പോയിട്ട് തേർഡ് സുച്ചിക്കാഗേനെ കണ്ടാൽ പോരെ, ഒണോക്കി പറഞ്ഞതല്ലേ ലാൻഡ് ഓഫ് എർത്തിൽ എന്നേക്കും വിസിറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി നടന്ന് കാണിക്കാമെന്ന്. എന്നാൽ പിന്നെ പോയി ഒനോക്കിയെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി ഒനോക്കിനെ കാണാനായിട്ട് പോവാണ്. അതേസമയം നമ്മളെ ഹിഡൻ സ്റ്റോൺ എന്ന് നമ്മളുടെ നറൂട്ടോ എടുത്ത് പറയാണ്. ആരാന്ന് നോക്കുമ്പോൾ സായും ഷിക്കമാറും അവിടെ ഉണ്ട്. ഹിഡൻ സ്റ്റോണിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ ഹിഡൻ സ്റ്റോണിലാണ് ഈ പിള്ളേർ പോയേക്കുന്നതെന്നും അതെല്ലാം സായി പറയാണ്. അവർ അവിടെ തന്നെയാണ് പോയേക്കുന്നത്, പക്ഷേ എങ്കിലും ഇവിടുത്തെ വരെ അങ്ങനെ ഒരു ആക്ഷൻ അവിടത്തേക്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ പറയാണ്. ഇതൊക്കെ നമ്മളുടെ കോനോഹമാറൊക്കെ ആയിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. സായി എടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ ഇതേ പ്രകാരം നമ്മളുടെ മിറ്റ്സുകി എനിമീസിൻ്റെ കൂടെ ശത്രുക്കളുടെ കൂടെ പോയി എന്നാൽ തന്നെയും ബൊറൂട്ടോയും സറാഡയും അതുപോലെ തന്നെ നമ്മളുടെ ഷിക്കഡായി ചോജോ ഇനോച്ചൻ അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവർ ആ ഒരു സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്, അവരവിടെ തന്നെ എത്തിച്ചേരും. അപ്പോഴത്തേക്കും അവിടെ എന്താ ഇനി ആരെ പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കോനോഹമാർ പറയുന്നത്, ഞാൻ പോവാം, എനിക്ക് തരും ആ മിഷൻ, ഞാൻ പൊക്കോളാന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാർ പറയുന്നുണ്ട്, എടാ വേണ്ട, നീ ഒന്ന് പറയുന്ന കേൾക്ക്, നീ വിചാരിച്ച പോലെ അല്ല ഇതെന്ന്, ഞാൻ വിചാരിച്ച പോലെയോ എങ്ങനെയോ അതെനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് മതി, ഞാനേ അത് ചെയ്യൂ എന്ന രീതിയിൽ കൊനോഹമാർ നിൽക്കുകയാണ്. നമ്മളുടെ നറൂട്ടോ തന്നെ പറയുന്നുണ്ട്, നിനക്കറിയാലോ എങ്ങനെയാണ് നിൻ്റെ ഫീലിങ്സ് അതിൽ ഇതാവും എന്ന് പറയുമ്പോൾ ഞാനത് നോക്കിക്കോളാം, ഞാനത് കൃത്യമായിട്ട് തീരുമാനിച്ചോളാം, എനിക്ക് ആ മിഷൻ തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും ഇതായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളുടെ നറൂട്ടോ അത് അവന് തന്നെ കൊടുക്കുകയാണ്, സേഫായിട്ടിരിക്കണം എന്ന് പറയണം. നറൂട്ടോയ്ക്ക് അറിയാം ഇതിനും വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ആരും കാണത്തില്ല, കാരണം കൊനോഹമാറിന് അവരോടുള്ള അഫെക്ഷനും അവരെ മനസ്സിലാക്കിയത് പോലും വേറെ ആർക്കും അറിയത്തില്ല അവരെ. അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ഷിക്കഡായി ഇനോജിൻ ചോജോ സറാഡേനെ കാണിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും വില്ലേജിലേക്ക് കയറണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സ്റ്റോൺസിൽ എങ്ങനെ കയറാനെന്നാ നോക്കുമ്പോൾ ലീഫ് വില്ലേജിൻ്റെ അത്ര പോലും സെക്യൂരിറ്റി ഇല്ല, അതിൻ്റെ ഹാഫ് പോലും സെക്യൂരിറ്റി അവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണോ എപ്പോഴും വേണോ ഒന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ കയറിപ്പോകാവുന്നതേ ഉള്ളൂ. അതേസമയം ഇനോജിനെ കാണിക്കുകയാണ്. ഇനോജിൻ അക്കൂട്ടയുടെ കൂടെ നിൽക്കുകയാണ്, ബാക്കി എല്ലാവരും ആ വില്ലേജിലേക്ക് കയറാനായിട്ട് പോയേക്കാണ്. ഇനോജിൻ നോക്കുമ്പോൾ പെട്ടെന്ന് അക്കൂട്ടനെ കാണാനില്ല, എങ്ങോട്ട് പോയി എന്നും
പറഞ്ഞ് ചെന്ന് നോക്കിയാൽ അക്കൂട്ട ഒരു സ്ഥലത്തിരുന്ന് എഴുന്നേക്ക് എഴുന്നേക്ക് റാബിറ്റ് എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോഴത്തേക്കും അത് പറയുന്നില്ല, അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇനോജിൻ പറയുകയാണ് അത് മരിച്ചുപോയി, അതിനി വരത്തില്ല കളിക്കാനെന്ന് പറഞ്ഞിട്ട് ഇനോജിനാണെങ്കിൽ നമ്മളുടെ ആ ഒരു മെമ്മറി കെട്ടിക്കൊടുക്കുകയാണ്. അത് കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇനി അത് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് പോകണം. അക്കൂട്ടാണെങ്കിൽ ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം നമ്മളുടെ വില്ലേജിൽ കയറിയ പിള്ളേരെ കാണിക്കുകയാണ്. നമ്മളുടെ പിള്ളേർ നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പിള്ളേരാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര കുരുത്തകേടാണ്. അവന്മാരാണെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇവിടെ ഒരൊറ്റ മനുഷ്യൻ നമ്മളെ ശ്രദ്ധിക്കരുത്, പക്ഷേങ്കിലും എങ്ങനെയെങ്കിലും ഒനോഗിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അതിന് മുമ്പ് ഈ വില്ലേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ഇവിടെ എവിടെയായിരിക്കും ഒനോഗി ഉള്ളത് എന്ന് മനസ്സിലാക്കണം, ഉറപ്പായിട്ടും ഹൊക്കാഗെ മാൻഷനിലായിരിക്കുമോ എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ പെട്ടെന്നൊരു കടുമുടു സൗണ്ട്. ആരും ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും നാട്ടുകാർ ഫുൾ അത് ശ്രദ്ധിക്കുകയാണ്. കാരണം നമ്മളുടെ ചോജോയുടെ വയറ്റിൽ നിന്ന് അതുമാത്രം സൗണ്ടാണ് വരുന്നത്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഇവരെ ശ്രദ്ധിച്ചു, ഒരൊറ്റ പൂച്ചക്കുഞ്ഞ് പോലുമില്ലാതെ എല്ലാവരും ശ്രദ്ധിച്ചു. അതേസമയം അക്കറ്റ്സുജിയും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബോറൂട്ടോയും എല്ലാവരും കൂടെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാലും ഒനോഗിയുടെ ലൊക്കേഷൻ എങ്ങോട്ടായിരിക്കും എന്ന് ചോദിച്ചു ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു വയസ്സായ ആൾ ഒരു കട തുറക്കുന്നത് അവർ കാണുന്നത്. അങ്ങനെ ഒനോഗിയുടെ പേര് കേട്ടതും അയാൾ കട തുറക്കുന്ന ആണെന്ന് തോന്നുന്നു. അങ്ങനെ അയാളാണെങ്കിൽ ഇവരെ അകത്തോട്ടൊന്നും വിളിക്കുന്നില്ല. എന്തായാലും ഞങ്ങളാണെങ്കിൽ ദൂരെ നിന്ന് നിങ്ങളുടെ കടയിലേക്ക് കഴിക്കാൻ വന്നതാണ്. അതെ ഞങ്ങൾ വന്നതാണെന്നും പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് സറാഡയുടെ വയറ്റിലെ വിളിയൊക്കെ കേട്ട് ഈ കൊച്ചാണെങ്കിൽ തീറ്റി പണ്ടാരം അയാൾ ഇവളെവിടെന്നാ വായിച്ചു ബുക്കുന്നാണ്ടെ വായിച്ചു വന്നതാണ്. അതേ ഫുഡ് അതെ ഞാനങ്ങനെ വായിച്ചു വന്നതാണ്, എനിക്ക് എന്തേലും കഴിക്കാൻ തരണോ എന്ന് പറയുമ്പോൾ അയാൾ പറയണം ഇത്രയൊക്കെ പറഞ്ഞതല്ലേ കയറിയിരുന്നോ എന്ന രീതിയിൽ പറയണം. അവിടെ കയറുമ്പോഴോ ഒനോഗി തന്നെ ഫുള്ള് ഫോട്ടോ ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന മറ്റ് സാധനങ്ങളായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒനോക്കിനെ മാതിരിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇയാൾ ഒനോക്കിയുടെ ഭയങ്കര ഫാനാണ്. അങ്ങനെ ഇവിടെ ഫുഡിൻ്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിലും സ്റ്റോൺ ചേർത്തിട്ടുണ്ട്. അതായത് ഹിഡൻ സ്റ്റോണിൻ്റെ ആ സ്റ്റോൺ ചേർത്തിട്ടുണ്ട്. അത് കൂട്ടി വായിക്കുമ്പോൾ എല്ലാം കല്ലുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് സറാഡ അതുപോലെ തന്നെ ചോദിച്ചും സംസാരിക്കുന്ന കേട്ടോ. ഇയാൾ നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണ്, ഇവിടുത്തെ ഫുഡ് സൂപ്പറാണെന്ന് പറഞ്ഞു, അത് കഴിക്കാനായിട്ട് വന്നതാണ്, അല്ലാതൊന്നുമില്ല, എന്തായാലും ഈ സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ് കുറേ അധികം സാധനങ്ങൾ ഓർഡർ ചെയ്യാണ്. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോജോ കഴിക്കുന്നുണ്ട്. ചോജോ കഴിച്ച് കഴിഞ്ഞിട്ട് ചോജോയ്ക്ക് ഒരു ഐസ്ക്രീം കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ വലിയ ഒനോക്കി ഫാനാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനാണ്, നിങ്ങൾക്ക് ഒനോക്കിയെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അറിയാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് വാറിൽ അങ്ങനെ ചെയ്തു അത് ചെയ്തു പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സറാഡ തകർക്കാണ്. ഇത് കേട്ടതും ആ കടയിലുള്ള അയാൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അതെ നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, കൊച്ചുങ്ങൾക്ക് എല്ലാം അറിയാം, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെയാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അയാളും കുറേ പറയാണ്. അങ്ങനെ അയാളുടെ നൈസിന് ഇപ്പോൾ എവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ പറയാണ് ഇപ്പോൾ വയസ്സായി ദേ ആ ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു കൊച്ചു വീടെടുത്ത് മാറി നിൽക്കുകയാണ്, അങ്ങനെയാണെന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിഗഡായി ചോദിക്കണം സൗത്ത് അല്ലേ, അല്ലല്ല അപ്പുറത്ത് ദേ അവിടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അങ്ങനെ അതും കിട്ടി ഇതും കിട്ടി, എല്ലാം എൻ്റെ വയറ് കാരണമെന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അക്കറ്റ്സുജി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ കഴിക്കാൻ കയറിയതും അവരിപ്പോൾ പറഞ്ഞിട്ട് പോകുന്നതും എല്ലാം. അങ്ങനെ നമ്മളുടെ അക്കൂച്ചനെ വിളിച്ചിട്ട് നമ്മളുടെ നമ്മളുടെ ഇനോജിൻ അകത്തേക്ക് പോവാണ്. ഇനോജിൻ പറയാണ് നീ എന്താ അക്കൂറ്റാന്ന് വിളിച്ചാൽ കേൾക്കാത്തത്, ഞാൻ എപ്പോഴും നിന്റെ പേര് വിളിക്കത്തില്ലേ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ പേര് മാറ്റാമെന്ന് പറയണം. കുറച്ച് നേരം അത് ലോഡിങ് ആയിരുന്നിട്ട് പിന്നെ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ കുറേ അധികം പേര് ഇനോജിൻ തറയിൽ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിനക്ക് എന്ത് പേര് വേണം അതിലേക്ക് നീ കയറാൻ പറയണം. നമ്മളുടെ അക്കൂറ്റാണെങ്കിൽ അവിടെ എഴുതിയേക്കുന്ന കുക്കു മിക്കു അങ്ങനെയുള്ള കുറേ പേരുകളിൽ കയറിപ്പോവാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്ന പേരുകൾ എന്തെന്ന് വെച്ചാൽ ഇവാച്ചി, ഡൊറോബു, ഹെഡോറോക്കുമുൻ എന്തായാലും അവിടെയൊക്കെ കാണിക്കും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്, അക്കുൻ എന്ന പേരിൽ ചെന്ന് നിൽക്കുകയാണ്. അത് മതി എന്ന് പറഞ്ഞാൽ അക്കൂട്ടയും ചാലാണ്. അത് കണ്ട് നമ്മളെ ഇനോജിനും സന്തോഷമാവണം. അങ്ങനെ നമ്മൾ നിൻ്റെ പേര് തീരുമാനിച്ച് ഇനി തൊട്ട് നിൻ്റെ പേര് അക്കുൻ എന്നാണെന്ന് പറഞ്ഞിട്ട് ഇനോജിൻ എന്ത് ചെയ്യാണ്, പേര് വിളിക്കുകയാണ്. അതേസമയം നമ്മളുടെ ബോറൂട്ടോയും പിള്ളേരും നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഭീമകാരനായ മനുഷ്യൻ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. ആരടോ താൻ എന്നും പറഞ്ഞ് ബോറൂട്ടോ നോക്കുമ്പോൾ അയാളാണെങ്കിൽ കയ്യിലൊരു സാധനം വെച്ചു അയ്യോ ഇപ്പം അറ്റാക്ക് ചെയ്യുന്ന രീതി വന്നിട്ട് ലാസ്റ്റ് ബോറൂട്ടോയുടെ അടുത്ത് വന്നിട്ട് നീയല്ലേ ബോറൂട്ടോ ഉസ്മാക്കി നാറൂട്ടോയുടെ മോനല്ലേ നീ എന്ന് ചോദിക്കാമെന്ന്. എന്നിട്ട് അക്കറ്റ്സുജിയാണ് പേരെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നും കുറോട്സുജിനെ കാണാനില്ലെന്നും ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ബോറൂട്ടോയൊക്കെ. അങ്ങനെ അതൊക്കെ ബന്ധപ്പെട്ട് കുറോട്സുജിനെ അതും ബന്ധപ്പെട്ടായിരിക്കും കാണാതെ പോയെന്നും എല്ലാം കൂടെ ഒരു കൺക്ലൂഷനിൽ എത്താണ്. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തേർഡ് സുജിക്കാക്കയെ കാണാനാണെന്നും അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമായിരിക്കുമെന്നും പറയുമ്പോൾ അപ്പോഴാണ് അക്കറ്റ്സുജി ഓർക്കുന്നത് അതെ സുജിക്കാക്കയുടെ അടുത്ത് പറയേണ്ടത് ആവശ്യമാണ്,
എന്തായാലും പോയി പറയാം, മുമ്പത്തെ സുചിക്കാകയായിരുന്നല്ലോ എന്ന് പറയണം. എന്തായാലും ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമെന്ന് നമ്മളുടെ ബോറൂട്ട താണുവാണെങ്കിൽ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്താ, നിങ്ങൾ കാണും, നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തായാലും കൊണ്ടുപോകും എന്ന് പറയണേ. അക്കച്ചുച്ചി ഒണോക്കിയുടെ അടുത്ത് കൊണ്ടുപോകും. അടുത്തിവിടെ വീട് ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടെ അടുത്താണ്, കുറച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നടന്ന് പോവാണ്, നടക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ലോഡ് ഒണോക്കിനെ കണ്ടിട്ട് നിങ്ങളെ കാണാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് പറയണം. ആരാ എന്നും പറഞ്ഞിട്ട് ഒണോക്കി തിരിഞ്ഞു നോക്കണം. അന്ന് കണ്ടതിൽ നിന്നും ഒരുപാട് ഒണോക്കി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവാണ് കേട്ടോ. ബൊറൂട്ടനെ കണ്ടതും ഒന്ന് ഒണോക്കി സന്തോഷിക്കുന്നതിന് പകരം ഞെട്ടിപ്പോവാണ്. ഈ പിള്ളേരെന്താ ഇവിടെ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും ബൊറൂട്ട ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എനിക്ക് എന്നാ ഒരു ഹെൽപ്പ് വേണം എന്ന രീതിയിൽ ബൊറൂട്ട പറയണം. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇന്നിവിടെ നിൽക്കുക, നാളെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ചുറ്റി കാണിക്കാം, അതിനുശേഷം ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, ഫുഡ് കൊടുക്കുക, ഗസ്റ്റാണ്, സ്പെഷ്യൽ ഗസ്റ്റാണെന്ന രീതിയിൽ പറയണം. അതല്ല എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ബൊറൂട്ട അവന് ആവശ്യമായിട്ടുള്ള കാര്യം പറയാണ്. ഒനോക്കി അങ്ങനെ എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് അതാണല്ലേ, ഓക്കെ, എനിക്ക് സഹായിക്കാൻ പറ്റൂല എന്ന് പറയാണ്. അതെന്താ ഇവിടെയാണ് മിറ്റ്സുക്കി ഉള്ളത് എന്ന് ബൊറൂട്ട പറയുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ സഹായിക്കൂല എന്ന് പറയാണ്. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരോടും ചോദിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലെന്ന് ബൊറൂട്ട പറയാണ്. അപ്പോൾ അക്കച്ചുച്ചിയും പറയണം, സത്യം ആ കുഞ്ഞ് എത്ര കഷ്ടപ്പെട്ട് ചോദിക്കുക, അത് എത്ര മനസ്സ് വെച്ചാൽ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തേ അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന രീതിയിൽ പറയാണ്. അതേസമയം ഒരാൾ അവിടെ നിന്നും പൊങ്ങി, അതായത് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്ന കാണുമ്പോഴേ നമ്മളുടെ ബൊറൂട്ടയ്ക്ക് മനസ്സിലാവണം എന്തോ പ്രശ്നമുണ്ടെന്ന്. പെട്ടെന്ന് അക്കൂച്ച അങ്ങോട്ട് വരികയാണ്. ഇത് എനിമീസാണ്, ഇതാണ് ആ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ എന്ന രീതിയിൽ പറയാണ്. അതുമാത്രമല്ല പെട്ടെന്ന് നമ്മളുടെ സുചിക്കാകയായിട്ടുള്ള ഒനോക്കിനെ സേവ് ചെയ്ത് നിർത്ത്, ഇവർ ഞങ്ങൾ ഡീൽ ചെയ്യാമെന്ന് പറയാണ്. അക്കച്ചുച്ചിയുടെ പോയിട്ട് ഒനോക്കിനെ നോക്കാൻ പറയാണ്. നമ്മളുടെ അക്കച്ചുച്ചി ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടെ ലാൻഡ് ചെയ്യാണ്. അങ്ങനെ ലാൻഡ് ചെയ്യുന്നത് ഒനോക്കിയുടെ പിറകിൽ. അക്കച്ചുച്ചി പോകുന്നതിന് മുമ്പ് ഒനോക്കിയുടെ അടുത്ത് അയാൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒനോക്കിയുടെ അടുത്തേക്ക് അയാൾ നടക്കാണ്. ഒനോക്കി നിങ്ങൾ സൂക്ഷിക്കും, നിങ്ങളുടെ പിറകിൽ ഒരാൾ വരുന്നു, അയാൾ എനിമിയാണെന്ന് പറയുമ്പോൾ ആ ഒരാൾ ചെന്നിട്ട് ഒനോക്കി എടുത്ത് പറയാണ്, ലോഡ്, അതായത് അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ മാസ്റ്റർ, അതായത് നീ പറഞ്ഞ സംഭവം റെഡി ആയോ എന്ന് ചോദിക്കുകയാണ്. അതെ അത് റെഡിയായി, ഇനി കുറച്ച് നേരം കൂടെ എന്ന രീതിയിൽ പറയത്തുള്ളൂ. ഇതാണ് ലോഡ് കൂ. ഇവരിത് ചെയ്യുന്ന കണ്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെയാണോ, ഒരിക്കലും ഇല്ലെന്ന് പറയണം. മാസ്റ്റർ എന്ന വിളി ബൊറൂട്ടോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഇയാളാണ് ഇതിന് പുറകിൽ. അങ്ങനെ നമ്മളുടെ ഒനോക്കിയാണ് ഇത്രയും നാളും നടന്ന ബഹുലമായ സംഭവങ്ങൾക്ക് പുറകിൽ എന്താണ് ചെയ്തതെന്നറിയാനായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് കണ്ട എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവരും വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നാളെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവും. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.